ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എൻ്റെ വീട്ടിലൊരു ചെറിയ വിരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ വന്നതാണ്. വീട്ടിൽ വന്നപ്പോൾ വിരുന്നിനുള്ള പരിപാടിയിലാണ് എല്ലാവരും. ചിക്കനും തേങ്ങയും ബീഫും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെതാ ഞാൻ വന്ന് കുറച്ചൊക്കെ അവിടെ ഇങ്ങനെ നടന്ന് കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലോട്ടാണ് വന്നത്. അപ്പോൾ അതാ നാത്തുമാരൊക്കെ നല്ല പണിയിലാണ്. പാത്രങ്ങളൊക്കെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ആൾ കൂടുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ തന്നെയാണല്ലോ. ഇമ്മത്തെ തേങ്ങ വറുക്കാൻ വേണ്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നാത്തൂന് ചിക്കനൊക്കെ കഴുകി വെച്ചത് നല്ല മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ മസാലയൊക്കെ ചിക്കനൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇമ്മ പിന്നെ നേരെ അടുപ്പത്ത് നല്ല തേങ്ങ വറുക്കലാണ്. അതൊന്നും പിന്നെ നമുക്ക് പറ്റിയ പണിയല്ല. അപ്പോൾ അതൊക്കെ ഉമ്മ ചെയ്യുന്നുണ്ട്. പിന്നെ നാത്തുമാർ രണ്ടാളും അമ്മായിയും എല്ലാവരും ഉണ്ട്. അങ്ങനെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്, മസാലയൊക്കെ റെഡിയാക്കിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വറുത്തരച്ച തേങ്ങ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ബീഫും പത്തിരിയും ചപ്പാത്തിയും അതൊക്കെയാണ് ഞങ്ങൾ സെറ്റാക്കിയത്. പിന്നെ ഉമ്മ പത്തിരിക്ക് പൊടി നല്ലോണം വാട്ടി ചാമ്പണതിൽ തയ്യാറെടുപ്പിലാണ്. അപ്പം ഉമ്മയാണ് ഇതിനൊക്കെ പണിയൊക്കെ എടുക്കുന്നത്. ഇടയിൽ ഉച്ചക്കൊക്കെയുള്ളതൊരു മുളക് കറി അടുപ്പത്തുണ്ട്. പിന്നെ പത്തിരിയൊക്കെ ചാമ്പി ചെറിയ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. പത്തിരി പരത്താൻ ആളുള്ള ആൾ ഞാനാണ്. അതിൽ പിന്നെ ഞാൻ ഫസ്റ്റാണ്. അതുകൊണ്ട് പിന്നെ പത്തിരിക്ക് ഞാൻ ആദ്യമായിട്ട് നിൽക്കും. അങ്ങനെ ഉമ്മ പത്തിരിക്കുള്ള ചെറിയ ചെറിയ ബോൾസൊക്കെ റെഡിയാക്കി തന്ന്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അത് പരത്താൻ നിന്ന്. അങ്ങനെ പിന്നെ പത്തിരിയൊക്കെ പരത്തൽ തുടങ്ങി. അതിൻ്റെ ഇടയിൽ നാത്തൂന് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിക്കണ്. നാത്തൂന്മാർ രണ്ടാളും അടുക്കളയിൽ സജീവമായിട്ടുണ്ട്. പിന്നെ ഉമ്മ പത്തിരി ചുടാൻ പോയി. ഉമ്മ പിന്നെ പത്തിരിക്കല്ലൊക്കെ അടുപ്പത്ത് വെച്ച് പരത്തുമ്പോഴത്തേനും പറഞ്ഞ് ഞാൻ ചുട്ടുതരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല പരത്തലിലാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ അമ്മായും ഉണ്ട് പരത്താൻ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ നല്ല പരത്തല്ല. പിന്നെ ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കറിക്കുള്ള മസാലയൊക്കെ ഞങ്ങൾ വാട്ടൽ തുടങ്ങി. മസാലയൊക്കെ വാടി വന്നതിന് ശേഷം ചിക്കൻ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ നല്ലോണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചിക്കനൊക്കെ ഇട്ട് അരച്ച തേങ്ങയൊക്കെ അതിൽ ചേർത്ത് കൊടുത്ത് വറുത്തരച്ച നല്ല ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ചിക്കൻ പൊരിക്കാനാണ്. അങ്ങനെ പിന്നെ ചിക്കൻ പൊരിക്കാനുള്ള ചട്ടിയൊക്കെ ഞങ്ങൾ അടുപ്പത്ത് വെച്ച്. അപ്പോൾ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചിക്കൻ പൊരിക്കൽ തുടങ്ങി. ഞാൻ പിന്നെ ചിക്കൻ കണ്ടാൽ പിന്നെ അതിൽ നിന്നെടുത്ത് കഴിക്കൽ സജീവമാണ്. ബീഫൊന്നും ഞാൻ കഴിക്കാത്തതുകൊണ്ട് ചിക്കൻ സജീവമായിട്ട് ഞാൻ കഴിക്കും. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ചെടുത്ത് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് കുറച്ച് നേരം വെച്ചിട്ടാണ് ചിക്കനൊക്കെ പൊരിച്ചെടുത്തത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ബീഫിന്മേൽക്കാണ് ഞങ്ങൾ പോയത്. ബീഫ് ഞങ്ങൾ കുക്കറിലിട്ട് വേവിച്ച്. ബീഫ് ഉണ്ടാക്കിയത് അമ്മായിയാണ്. അമ്മായി ഉണ്ടാക്കിയ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലുള്ള ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീനാക്കി. അതിൻ്റെ ഇടയിൽ ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്യുന്നിടയിൽ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുമെല്ലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ ബീഫ് റെഡിയായി ഗായ്സ്. പിന്നെ നേരെ അടുത്ത പണിക്ക് നിന്നത് ചപ്പാത്തി ഉണ്ടാക്കാനാണ്. അങ്ങനെ പിന്നെ ചപ്പാത്തി ഞങ്ങൾ പരത്താനൊന്നും നിന്നിട്ടില്ല. പാക്കറ്റ് കൊണ്ടുവന്നിട്ട് അതാണ് ഞങ്ങൾ ചപ്പാത്തിക്ക് നിന്നത്. അങ്ങനെ ചപ്പാത്തിയൊക്കെ നല്ലോണം പൊള്ളിച്ച് ചുട്ടെടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ബായ്.